ഹലോ, കുറേ നാളായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു റിസപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഒരു കുഞ്ഞു വ്ലോഗാണ്. ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാവാം. എൻ്റെ റിലേറ്റീവിൻ്റെ ഒരു റിസപ്ഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാരും വരുന്നുണ്ട്. അവരങ്ങനെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വരും. ഞാനും ഉമ്മയും ഉപ്പയും എൻ്റെ ചെറിയ മോനും കൂടിയാണ് മണ്ഡപത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വാട്ടർ മെലോൺ ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ റിസപ്ഷൻ കഴിഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ വീട്ടിലേട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ എൻ്റെ വീട്ടിൽ നിന്നാവും. സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നേ. അങ്ങനെ പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം അതിങ്ങനെ കേട്ടോണ്ടിരിക്കലായിരുന്നു. ബ്രൈഡും ഗ്രൂമൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ അവരെ എൻട്രി ഒന്നും കാണാനും പറ്റിയതില്ല. സർവശക്തൻ എല്ലാവിധ അനുഗ്രഹങ്ങൾ ഐശ്വര്യങ്ങൾ രണ്ട് കുടുംബങ്ങൾക്കും നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇതായിരുന്നു അവരെ എൻട്രി. എനിക്ക് ഈ ഫോണിൽ കൂടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും എൻ്റെ ഫോണിലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. നേരിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. ആ സമയം ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു. അങ്ങനെ എൻ്റെ സിസ്റ്ററിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അഥവാ ഞാൻ വരുന്നതിൻ്റെ മുന്നേ അവർ എൻട്രി ഉണ്ടെങ്കിൽ അതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവളെ ഏൽപ്പിച്ചിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അവർ സ്റ്റേജിലേക്ക് കയറുന്ന ആ ഒരു വീഡിയോ കിട്ടിയില്ല. അപ്പത്തിന് എൻ്റെ ഫോൺ സ്റ്റോറേജ് അങ്ങ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. സംഭവം എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ കാണാത്തത് കൊണ്ട് അവർ രണ്ടുപേരും പറച്ചിൽ തന്നെയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു, നമുക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു. അതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഒരിത് തോന്നൂലേ? അത്രേ എനിക്കും തോന്നിയുള്ളൂ. എന്തായാലും ഇങ്ങനെയും കുറച്ച് കാണാൻ പറ്റിയല്ലോ. അങ്ങനെ അവർ എൻട്രി ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞാൻ കുറച്ച് സുർബിയം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാനിത് നെയ്പ്പത്തിൽ പൊറോട്ട, ബട്ടർ ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ അതൊക്കെ കഴിച്ചത്. പിന്നെ ഒരു സ്വീറ്റ് സാലഡായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു കേട്ടോ സെറ്റപ്പ് ഉണ്ടായിരുന്നത്. അടിപൊളി ഫുഡായിരുന്നു. അതുപോലെ തന്നെ അവരുടെ സർവീസും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ നേരെ പോയത് നമ്മൾ ഇളനീർ പായസം കുടിക്കാനായിരുന്നു. എൻ്റെ പൊന്നോ, അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയും ടേസ്റ്റായിരുന്നു. ഞാൻ 2-3 ഗ്ലാസ് കുടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെയായിരുന്നു അവിടുത്തെ മെനു വന്നിട്ടുണ്ടായിരുന്നത്. ജിലേബി ഉണ്ടായിരുന്നു, അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇതായിരുന്നു ലുക്കൈമത്തോ അങ്ങനെ എന്തോ ഒരു നെയ്മേന്നു കേട്ടോ അവിടെ കൊടുത്തിരുന്നത്. അങ്ങനെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എവിടേക്കാണ് കേൾക്കുന്നത് നിങ്ങൾ വിചാരിക്കണ്ട. ഇതെല്ലാം നമ്മുടെ വയറ്റിൽ കൊള്ളാനുള്ള സ്ഥലമൊക്കെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും ഇളനീർ പായസം അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. പിന്നെ ഐസ്ക്രീം, കോട്ടൺ ക്യാൻഡി, അങ്ങനെ വലിയ പരിഷ്കാരം വേണ്ട, നമ്മുടെ പഞ്ഞിമുട്ടായി. അങ്ങനെ അത് കഴിച്ച് വന്നപ്പോഴേക്കും ഇവിടെ ഫോട്ടോ സെക്ഷനൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ കുറേ നേരം അവർ ഫോട്ടോസ് എടുക്കുന്നത് നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കിക്കണ്ടു, അത്രേ ഉള്ളേ. പിന്നെ എൻട്രിയിൽ ഡാൻസ് കളിച്ച ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവർ തന്നെ ഡാൻസും ഉണ്ടായിരുന്നേ. പിന്നെ അതങ്ങനെ നോക്കി കാണലായിരുന്നു പണി. ആ സോങ് ഇവിടെ കൊടുത്ത എങ്ങാനും കോപ്പിറൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് ഞാനിവിടെ സോങ് ഒന്നും കൊടുക്കുന്നില്ല. എന്തായാലും നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ എല്ലാവരും കളിച്ചിട്ടുണ്ട്. അത്ര അടിപൊളിയായിരുന്നു. നല്ലൊരു കൈയുടെ അവിടെ എല്ലാവരും ചേർന്നുകൊണ്ട് ഫുഡ് കഴിച്ചോ? എങ്ങനെയുണ്ട് ഫുഡൊക്കെ? പ്രോയിന്റെ ഫുഡൊക്കെ അല്ലെ? ആലത്തൂർക്കാരൊക്കെ കഴിയുമ്പോൾ നല്ല കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. നല്ലൊരു കൈഡി ആവട്ടെ. നമ്മൾ ഇന്ന് എല്ലാവരും എത്തിയിരിക്കുന്നത് റിയാസിന്റെയും ഷെറിന്റെയും വിവാഹത്തിന് വേണ്ടിയാണ്. അവരുടെ അതിഥികളാണ് നാം ഓരോരുത്തരും. ആ ഒരു സന്തോഷ നിമിഷത്തിൽ നമ്മൾ പങ്കാളിയാവുകയാണ്. അപ്പൊ എല്ലാവരും നിറഞ്ഞ കരുതലിക്കൊണ്ട് നമുക്ക് പാട്ടിലൂടെ പോവാം. ഇവിടെ അവർ സോങ് പ്ലേ ചെയ്തതുകൊണ്ട് ഞാൻ കോപ്പിറൈറ്റ് കിട്ടുന്നുള്ള പേടിയുണ്ട് അതിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വെഡ്ഡിങ്ങിന് ഇങ്ങനത്തെ ലേസർ ഷോ കാണുന്നത്. നമ്മളിങ്ങനെ യൂട്യൂബിലെല്ലാം ഇങ്ങനെ കാണുന്നല്ലാതെ നേരിട്ട് ആദ്യമായിട്ടായിരുന്നു. എന്നാലും അടിപൊളിയായിരുന്നു. നമ്മുടെ ബ്രൈഡും ഗ്രൂമൊക്കെ ചെറുതായിട്ട് ഓരോ സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബ്രൈഡും ഗ്രൂമും ഡോക്ടേഴ്സ് ആയിരുന്നു. എൻജോയ് ചെയ്യാം. എല്ലാവരും പരിപാടിക്ക് കണ്ടിട്ട് കളറായിട്ട് വീട്ടിൽ പോവാം. താങ്ക് യു. ലാസ്റ്റായിട്ട് വേറൊരു ഡാൻസും അവരുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ബ്രൈഡും ഗ്രൂമും ഒക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡാൻസ് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരത്തെ വീട്ടിലേക്ക് ഇറങ്ങായിരുന്നു.
അപ്പോൾ ഇനി ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ടാണ്. ഇനി എൻ്റെ വീട്ടിലത്തെ കുറേ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. റിസപ്ഷന് വന്ന ടൈമിൽ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗമൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇതായിരുന്നു കേട്ടോ അവരെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇന്നേക്ക് ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.